അസ്സലാമു അലൈക്കും. എൻ്റെ സുഹൃത്ത് വാട്സപ്പിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ അങ്ങനെ തന്നെ വായിക്കുകയാണ്. ഞാനൊരു സുന്നി മഹലിലാണ്. അവിടെ നബിദിനത്തിനോട് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവിടെ വേറെ മുജാഹിദ് മഹലുകൾ ഇല്ല. എൻ്റെ സഹോദരനും സഹോദരിയും എല്ലാം പഠിക്കുന്നത് സുന്നി മദ്രസയിലാണ്. നബിദിനം കടന്നു വരുന്ന സമയത്ത് ആ പരിപാടികളിലേക്ക് അവരെ പറഞ്ഞേക്കാൻ നിർബന്ധമായി വരും. ഇല്ലെങ്കിൽ മദ്രസ പഠനം ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ സാഹചര്യം വരും. അതേപോലെ നബിദിനത്തിലേക്ക് പണം കൊടുക്കേണ്ട നിർബന്ധ സാഹചര്യം വരും. ഇത്തരം സാഹചര്യത്തിൽ ഇതിനോട് സഹകരിക്കുന്നത് തെറ്റുണ്ടോ? അസ്സലാമു അലൈക്കും. വളരെ ആത്മാർത്ഥമായൊരു ചോദ്യമാണ്. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ല് എന്നെ ബിദഅത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിതാവസ്ഥയിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകനും വിശുദ്ധ ഖുർആനും എതിര് നിന്നുകൊള്ളട്ടെ എന്നാണ് ആ ചോദിച്ചത് നല്ല ചമൽക്കാരമുള്ള വാക്കുകളിലാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. എനിക്കെൻ്റെ കാര്യം നോക്കാൻ അള്ളാഹ്ക്കും റസൂലിനും എതിരെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ നിലപാട് വ്യക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനുമായി കടന്നു വന്ന ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശവുമായി കടന്നു വന്നപ്പം ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സഹിച്ച ത്യാഗം മുഴുവനും ഇതിനു വേണ്ടിയാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഷഹീദയായ സ്ത്രീ, ഷഹീദയായത് ദീനിനു വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഷഹീദയാവാൻ കാരണം? തങ്ങളുടെ സമൂഹം ആഗ്രഹിക്കുന്ന തിന്മയോട് യോജിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ശിർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല. മക്കയിലെ ആ ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ കരിമ്പാറകൾ നമ്മളോട് പറയുന്ന അനേകം കഥകളുണ്ട്. അമ്മാറിൻ്റെ കഥകൾ, യാസിറിൻ്റെ കഥകൾ റളിയല്ലാഹു അൻഹുമ, ബിലാൽ ഇബ്നു റവാഹയുടെ കഥകൾ. ആ കഅബയുടെ പരിസരങ്ങളിലൂടെ മുഴുവനും മാരകമായ രൂപത്തിൽ ആക്രമിക്കപ്പെട്ട് ശരീരം ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ ആ ചൂടിൽ നഗ്നമായ ശരീരത്തിൽ ഇരുമ്പ് പടച്ചട്ടകൾ ധരിപ്പിച്ച് നിലത്തുകൂടെ വലിച്ചിഴച്ച് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ബിലാലിനോട് പറഞ്ഞു, ലാത്ത എന്ന് ഉസ്സ എന്ന് പറ. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ നാവ് അതിന് വഴങ്ങൂല. അഹദുൻ അഹദ്, അല്ല ഏകനാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. ബിലാൽ എന്തിനാണ് ഈ പീഡനം ഏറ്റുവാങ്ങിയത്? ദീനിനു വേണ്ടിയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പ്രവാചകന്റെ സമീപത്തേക്ക് വരികയാണ്. റസൂലേ, അവരെന്നെ വല്ലാതെ പീഡിപ്പിച്ചു റസൂലേ, പ്രയാസപ്പെടുത്തി റസൂലേ. അവസാനം ഇരുമ്പ് പഴുപ്പിച്ച് എൻ്റെ തലയിൽ വെച്ചപ്പോൾ സഹിക്കാതെ പറഞ്ഞുപോയി റസൂലേ, മുഹമ്മദുൻ മുദമ്മം, മുഹമ്മദ് മോശപ്പെട്ടയാളാണ് എന്ന് ഞാൻ പറഞ്ഞുപോയി റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുകയാണ്. മരണത്തെ മുന്നിൽ കാണുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞുപോയത്. ഇവരെന്തിനായിരുന്നു ഈ പീഡനങ്ങൾ മുഴുവനും സഹിച്ചത്? സുമയ്യ റളിയല്ലാഹു അൻഹയെ അവിടുത്തെ രഹസ്യഭാഗത്തുകൂടെ ഈ പഴുപ്പിച്ച ഇരുമ്പ് കയറ്റുന്ന സമയത്ത് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. അബൂജഹലിന്റെ പേര് കേട്ടാൽ വിറച്ചിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹ. സുമയ്യ എന്ന് നീട്ടി വിളിച്ചാൽ എന്തോ എന്ന് ഉത്തരം പറയാൻ മാത്രം ശീലിച്ച സുമയ്യ മരിക്കുന്ന മുമ്പ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അൻത അഹ്വനു ഇൻദി, നീ എനിക്ക് ഏറ്റവും നിസാരനാടാ ചാണകത്തിലെ വണ്ടിനേക്കാൾ. ചാണകത്തിൽ കാണുന്ന വണ്ടിന്റെ വില പോലും ഞാൻ നിനക്ക് നൽകുന്നില്ല എന്നാ. എവിടെ നിന്നാണ് ആ ധൈര്യം കിട്ടിയത്? ദീനുണ്ടാ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഈ ഒരു ആദർശത്തിന് വേണ്ടി ഈ ത്യാഗം സഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രവാചകന്റെ ത്വായിഫിലേക്കുള്ള യാത്ര എന്തിനു വേണ്ടിയാ? ദീനിനു വേണ്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് തെറ്റി എന്നാണ്. എന്തുകൊണ്ട്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തിമാരെ പള്ളിയിൽ നിന്ന് നിങ്ങൾ തടയരുത്. പള്ളിയിൽ ഒരു പെണ്ണ് പോവാൻ അനുവാദം ചോദിച്ചാൽ അനുവാദം നൽകണം. ഇത് പ്രവാചകന്റെ കൽപ്പനയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന ആതിഖ ബീവി റളിയല്ലാഹു അൻഹ, അവരല്പം സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. അവര് പള്ളിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ അവരെ നോക്കി നിൽക്കുമെന്നൊരു പേടി സ്വാഭാവികമായി ഒരു പുരുഷനുണ്ടാകുന്ന തീർച്ചത ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവര് പള്ളിയിൽ പോകുന്നത് അവർക്ക് അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. എന്നിട്ടും തടഞ്ഞില്ല. എന്തുകൊണ്ട്? റസൂല് പറഞ്ഞു ഒരു പെണ്ണിനെ തടയരുത് പള്ളിയിൽ പോവാൻ അനുവാദം ചോദിച്ചാൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാണ് ഞാൻ തടയുമെന്ന് പറഞ്ഞപ്പം റസൂല് തടയരുത് എന്ന് പറയുമ്പം നീ തടയുമെന്നാണോ പറയുന്നത് പറഞ്ഞ് നെഞ്ചത്തൊരടി വെച്ചു കൊടുത്തു. മരിക്കുന്നവരെ പിന്നീട് അദ്ദേഹം ആ മകനോട് സംസാരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണത് സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ തന്റെ മകനെ അടിച്ചുകൊണ്ട് പറയും. എന്തിനാണ്? പ്രവാചകന്റെ വാക്കിന് എതിര് നിൽക്കുമ്പോൾ അവർ കാണിച്ച ശക്തമായ നിലപാടാണ്. ഇത് സ്വഹാബത്തിന്റെ നിലപാടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. എന്റെ ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളണം. എന്റെ ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളണം. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. വഇൻ മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി. എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കാണും, നിങ്ങൾ എന്റെ സുന്നത്ത് സ്വീകരിക്കണം. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി അൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ എന്റെ സ്വഹാബത്തിന്റെ മാതൃക നിങ്ങൾ സ്വീകരിക്കണം. തമസ്സകു അലൈഹ, നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹ ബിന്നവാജിദ്, പല്ലുകൊണ്ട് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോളി. ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാകുന്ന ബിദ്അത്തുകളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, നരകത്തിലേക്കാണ്. ഇത് റസൂല് പറയാണ്. നമുക്കിത് ബോധ്യപ്പെട്ടു, ഇത് റസൂല് പറഞ്ഞതാണെന്ന്. ഇത് പ്രവാചകന്റെ കൽപ്പനയാണ്. ബിദ്അത്ത് എന്നുള്ളത് ഇസ്ലാമിൽ ശിർക്ക് കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന പാപമാണ്. അള്ളാഹുവിന്റെ ദീനിൽ കൈകടത്താൻ ഒരാൾക്കും അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. ആ ദീനിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് പൗരോഹിത്യം മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഷിയാക്കൾ, ഇവിടെ പറഞ്ഞല്ലോ, ഷിയാക്കളിലൂടെ ആരംഭിച്ച ഒരു ദുരാചാരം, അത് ഞങ്ങളുടെ നാട്ടിൽ നടത്തുമ്പം ഞാൻ അതിനോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ എന്നെ പള്ളി വിലക്കും, എന്നെ നാട്ടിൽ നിന്ന് വിലക്കും, എൻ്റെ കുട്ടികളെ മദ്രസയിൽ നിന്ന് പുറത്താക്കും, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ, പണം കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുമെന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്, അമ്മാർ ആണ്, യാസിർ ആണ്, ഈ മുൻഗാമികളായ സ്വഹാബികളാണ്. അത് ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾക്ക് നീ എന്നെ എന്ത് ചെയ്താലും ശരി, അള്ളാന്റെ ദീനിനെതിരായി ഞാൻ ഒരണപ്പണം ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്നോട് ഒരു വ്യക്തി പറഞ്ഞ ഒരു കഥയുണ്ട്. ആരാണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. ഒരു ഉമ്മ, പ്രായമെത്തിയ ഒരു വല്യമ്മ, തൗഹീദ് മനസ്സിലാക്കിയ ശേഷം ആ വല്യമ്മയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചില യാഥാസ്ഥികരായ ആളുകൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. ആ ഉമ്മയോട് പറയാണ്, ഉമ്മ, നിങ്ങൾ ഈ വഹാബികളുടെ കൂടെ പോയി പിഴച്ചു മരിച്ചാൽ നിങ്ങളുടെ മയ്യത്ത് ഞങ്ങള് ഖബറിലേക്ക്, ഞങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് അടുപ്പിക്കൂലട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ വല്യമ്മ പറഞ്ഞത്, ഞാൻ മരിച്ചാൽ എൻ്റെ കാര്യം കഴിഞ്ഞില്ലേ, മണക്കുമ്പോൾ ആരെങ്കിലും കുഴിച്ചിട്ടോളൂ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ നിലപാട്. എങ്കിൽ ഇത്തരം ബിദ്അത്തുകളോട് സഹകരിക്കാൻ ഒരു നിലക്കും ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. പ്രവാചകന്റെ കൽപ്പനകളാണ്, പ്രവാചകന്റെ കൽപ്പനകൾക്കാണ് പ്രാമുഖ്യം. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരടിമയെയും അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.